അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോളട്ടെ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത് ഒരു കാര്യമാണ്. എക്സാമ്പിളിന് 2, 4, 6, 8, 10 is an arithmetic sequence. How many terms are there? 1, 2, 3, 4, 5. 5 terms are there. Now, find the sum of these terms. Find the sum of these 5 terms. എത്ര കിട്ടും? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഇത്ര 10, 20, 30. Sum of 5 terms is 30. Sum of these 5 terms is 30. Now, this 30 by 5 എന്ന് പറയുന്ന 6. What is 6? What is the relation between this sequence and this 6? എന്താ ബന്ധം? ഈ 6 എന്നത് മിഡിൽ ടേം ആണ്. കണ്ടോ, നമുക്ക് ആവശ്യം വരുമേ. അപ്പോ സം ടു n ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ സം ടു n ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ഗിവ്സ് ദി മിഡിൽ ടേം ഓഫ് ദി സീക്വൻസ്. കിട്ടിയോ? ഏത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിലും കുറെ നമ്പേഴ്സിന്റെ സം തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന സീക്വൻസിന്റെ മിഡിൽ ടേം കാണാൻ ആ സമ്മിനെ നമ്പർ ഓഫ് ടേംസ് എത്ര സംഖ്യകൾ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി മിഡിൽ ടേം കിട്ടാൻ. കേട്ടോ? അപ്പൊ ഇത് ചോദ്യം വരുന്ന സ്ഥലത്ത് ഈ സാധനം ക്ലിക്ക് ആകണം. കേട്ടോ? ഇനി നമ്മളിപ്പോ പറഞ്ഞു ഇത് 5 ടേംസ് ആയതുകൊണ്ട് മിഡിൽ ടേം 6 എന്ന് പറഞ്ഞു. ഇനി തിരിച്ച് ചോദ്യം ചോദിക്കുന്നത് sum of 5 terms of an arithmetic sequence is 30. Sum of 5 consecutive terms of an arithmetic sequence is 30. Write the sequence എന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മിഡിൽ ടേം കണ്ടുപിടിക്കാം. മിഡിൽ ടേം ആണ് ഈ 6. സോ അരിത്തമെറ്റിക് സീക്വൻസ് ഏതാണ്? നടുക്ക് 6 വരണം. 5 ടേംസ് ആർ ദെയർ. അപ്പോൾ അപ്പുറം അപ്പുറമായിട്ട് 4 ടേംസും കൂടി വേണം. നമ്മളോട് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അതിന് വേറെ കണ്ടീഷൻ ഒന്നും പറയാത്തത് കൊണ്ട് ഇതിന് നമുക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എടുത്തുകൊണ്ട് ചെയ്യാം. 5, 7, 4, 8. കണ്ടോ? ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലും എന്ത് പറ്റും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് 6, 4, 10, 10, 20, 30. കണ്ടോ? 30. സം 30 ആണ്. അപ്പോ പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എടുത്തുകൊണ്ട് മുമ്പോട്ടും പുറകോട്ടും പോരാ. അങ്ങനെ 5 ടേംസ് എഴുതാം. അതേസമയം ഒരു കണ്ടീഷൻ കൂടെ പറയുകയാണ്. സം ഓഫ് 5 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 30 ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഈസ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് തന്നെ എഴുതി വെക്കണം. കണ്ടോ? കോമൺ ഡിഫറൻസും കൂടെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എഴുതണം. മനസ്സിലായല്ലോ? ഇനി മറ്റൊന്ന് പറയട്ടെ. ഇവിടെ ഇത്രയും ടേംസേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിലെവിടെ മിഡിൽ ടേം? ഇവിടെ സീക്വൻസിൽ മിഡിൽ ടേം ഇല്ല എന്നേ ഉള്ളൂ. അപ്പൊ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ഗിവ്സ് ദ മിഡിൽ ടേം തന്നെയാണ് ഇവിടെ. ഇപ്പൊ ചോദ്യം എങ്ങനെ ചോദിക്കാം? ഇവിടെ എത്ര ഉണ്ട് നോക്കിയേ? 20 ആണ് സം, അല്ലെ? 20 ആണ് സം. സം ഓഫ് 4 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 20. റൈറ്റ് ദ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ സം ഓഫ് 4 ടേംസ് ഡിവൈഡഡ് ബൈ 4 ഗിവ്സ് ദ മിഡിൽ ടേം. മിഡിൽ ടേം എന്ന് പറയുന്നത് ഇവിടെ സം എത്രയായിരുന്നു? എത്ര? 20 എന്ന് പറഞ്ഞു. 20 by 4 5 ആണ് മിഡിൽ ടേം. അപ്പൊ മിഡിൽ ടേം 5 ആണ്. ടേം നമ്മുടെ സീക്വൻസിലുള്ള മിഡിൽ ടേം അല്ല. പിന്നെയോ ഈ സീക്വൻസിന്റെ നേരെ നടുക്ക് വരുന്നതായിട്ടുള്ള ഒരു സംഖ്യയാണ് 5 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം 4 നമ്പേഴ്സേ ഉള്ളൂ. കണ്ടോ? 4 നമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ 5 എഴുതിയിട്ട് 5 മിഡിലാകത്തക്ക വിധത്തിൽ അപ്പുറം ഇപ്പുറം ഓരോന്ന് എഴുതിയേ. 5 മിഡിലാകത്തക്ക വിധത്തിൽ ഞാൻ അപ്പുറം എഴുതി, 6 എഴുതി, ഇവിടെ 4 എഴുതി. കണ്ടോ? ഇതവിടെ നിൽക്കട്ടെ, മിഡിലാണ്, അവിടെ നിൽക്കട്ടെ. അപ്പൊ 4ഉം 6ഉം എഴുതി. 4ഉം 6ഉം തമ്മിലുള്ള കോമൺ ഡിഫറൻസ് 2 ആയതുകൊണ്ട് നമുക്ക് 2 ആഡ് ചെയ്ത് 2 മൈനസ് ചെയ്ത് പോരാം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ 5 എഴുതി ഞാൻ ഡിഫറൻസ് 7 ആക്കി. ഇവിടെ 7 2 കൂട്ടി എഴുതിയാണ്. ഇവിടെ 2 കുറച്ച് എഴുതിയാണ് 7. അപ്പൊ 3ഉം 7ഉം ഡിഫറൻസ് 4 ആയി. കോമൺ ഡിഫറൻസ് 4 ആയി. നെക്സ്റ്റ് ടേം ഏതാണ്? 11. ഇതിൽ നിന്ന് പുറകിലേക്ക് വന്നാലോ? നെഗറ്റീവ് ആണ്. കണ്ടോ? ഇവിടെ എല്ലാം കൂടെ കൂട്ടിയാലും 17, 18, 19, 20, 21 1 കുറച്ചാൽ 20. കണ്ടോ? സം 20 ആയിട്ട്. അപ്പോൾ ഈ സംഭവം, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏത് കാര്യമാണ് മക്കളെ? സം ഡിവൈഡഡ് ബൈ നമ്പർ ഗീവ്സ് ദി മിഡിൽ ടേം. അപ്പൊ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളതെങ്കിൽ
അതായത് 5 ടേം, 11 ടേം, 15 ടേംസ് ആണുള്ളതെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് n+1/2 ടേം ആണ്. മനസ്സിലായോ? 5 ടേം ഉണ്ടെങ്കിൽ മിഡിൽ ടേം അതാണ്, മൂന്നാമത്തെ ടേം ആണ് അല്ലെ? 5 ടേം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ടേം ആണ് മിഡിൽ ടേം. എങ്ങനെ കിട്ടും? 5+1/2. കണ്ടോ? 5+1 6, 6/2. അതാണ് മിഡിൽ ടേം എന്ന് പറയുന്നത്. 6 ടേം ഉണ്ടെങ്കിലോ, ഇപ്പൊ 4 ടേം വന്നു, മിഡിൽ ടേം എന്ന് പറയുന്നത് മിഡിൽ 2 എണ്ണം വന്നു. 4 എണ്ണം ഉണ്ടെങ്കിലോ ഏതൊക്കെയാണത്? മിഡിൽ ടേമിൽ 2 എണ്ണം വന്നു. അപ്പൊ 4/2, n/2, n/2+1. കണ്ടോ? ആ കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടും. നമ്മൾ കൂടുതൽ മാർക്ക് വാങ്ങാനുള്ളവരാണേ, അതുകൊണ്ട് അത് കുറച്ച് പ്രാക്ടീസ് ചെയ്തെടുക്കുക. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ഈ ചോദ്യം എഴുതുക. സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 72. Sum of the first 4 terms of an arithmetic sequence is 72. Sum of the first 9 terms is also 72. സംശയം വന്നു? പറയാൻ നോക്ക്. സംശയം നിങ്ങൾ തന്നെ നീക്കിക്കോളും. ഓക്കെ, അതായത് ആദ്യത്തെ 4 പദങ്ങളുടെ തുക 72 ആണ്. സം ടു 4 terms of an arithmetic sequence is 72. സം ഓഫ് ഫസ്റ്റ് 9 terms is also 72. ഇതേ സീക്വൻസിൽ 9 പദങ്ങളുടെ തുകയും 72 തന്നെയാണ്. അപ്പോ ചോദ്യം ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ്? വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ്? ഈ സീക്വൻസിലെ 5ാം പദം എത്ര? അപ്പൊ 5ാം പദം കാണാനായിട്ട് നിങ്ങൾ വലിയ കൺഫ്യൂഷൻ ഒന്നും അടിക്കണ്ട. ഞാനിപ്പോ പറഞ്ഞു, സം ഡിവൈഡഡ് ബൈ നമ്പർ ഈസ് ദ മിഡിൽ ടേം. മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ഓഫ് n terms divided by number. അപ്പൊ ഇവിടെ S9 72 ആണ്. How many numbers are there? How many terms are there? എത്ര ടേംസ് ഉണ്ട്? 9 ടേംസ് ഉണ്ട്. 9 ടേംസ് ഉള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ മിഡിൽ ടേം എന്ന് പറയുന്നത് n+1/2 ടേം അല്ലേ? അപ്പോ 9+1 10, 10/2 എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ടേം ഇസ് ദ മിഡിൽ ടേം. കണ്ടോ? അപ്പോ x5 എന്ന് പറയുന്നതാണ് മിഡിൽ ടേം. കേട്ടോ, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മൈൻഡിൽ ആ കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. x5 ഇസ് ദ മിഡിൽ ടേം. മിഡിൽ ടേം എങ്ങനെ കാണും? സം ഓഫ് നമ്പേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. എത്ര? 72/9. 72/9 എത്രയാണ്? 8. കണ്ടോ? സോ മിഡിൽ ടേം ഈസ് 8. എത്ര എളുപ്പമല്ലേ? അപ്പൊ വലിയ ചിന്തിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ദെൻ ബി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 terms. Find the sum of first 5 terms. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ത്? ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സം കാണാനുള്ള ഫോർമുല അതും ഇതൊന്നും ആലോചിക്കല്ലേ. ഞാൻ പറഞ്ഞു, കണക്ട് ചെയ്ത് വരിക. ക്വസ്റ്റ്യൻ നമ്പർ എ ചെയ്തുവെങ്കിൽ ബിയുടെ ആൻസർ അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കുക. ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് നോക്കുക. നമുക്ക് നോക്കാം. നമ്മുടെ ചോദ്യം ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 terms. ആദ്യത്തെ 5 പദങ്ങളുടെ തുകയാണ് കാണുന്നത്. നമുക്ക് ആദ്യത്തെ 4 പദങ്ങളുടെ തുക ഇവിടെ കണ്ടുവച്ചിട്ടുണ്ടേ. സം ഓഫ് ഫസ്റ്റ് 4 terms ആർ ഗിവൺ. 4 പദങ്ങളുടെ തുകയുടെ കൂടെ 5ാമത്തെ പദം കൂടെ കൂട്ടിയാൽ 5 പദങ്ങളുടെ തുകയായില്ലേ? കണ്ടോ? അപ്പോ നമുക്ക് കാണേണ്ടത് സം ഓഫ് ഫസ്റ്റ് 5 terms ആണ്. S5 ആണ് കാണേണ്ടത്. S5 കാണാൻ 72 എന്ന് പറയുന്ന 4 പദങ്ങളുടെ സമ്മായി, സം ഓഫ് ഫസ്റ്റ് 4 terms ആയി. അതിന്റെ കൂടെ തന്നെ എത്ര? നമ്മുടെ ഫിഫ്ത്ത് ടേം ആയി നമ്മളിപ്പോ കണ്ടുപിടിച്ച 8ഉം കൂടെ ആഡ് ചെയ്താൽ 80. 80 ഈസ് ദി സം ഓഫ് 5 terms. കേട്ടോ, സിമ്പിൾ. സം ഓഫ് ഫസ്റ്റ് 5 terms ഈസ് 80. ദെൻ റൈറ്റ് സി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സീക്വൻസ്. നമ്മളോട് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സീക്വൻസ് എഴുതാം. റൈറ്റ് ദ സീക്വൻസ്. അപ്പോ സീക്വൻസ് എഴുതാൻ സം ഓഫ് ഫസ്റ്റ് 5 terms വന്നിട്ടുണ്ട്. വീണ്ടും അവിടെ തന്നെ കിടന്ന നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്നത് കേട്ടോ. സം ഓഫ് 5 terms ഈസ് 80. സോ വിച്ച് ഈസ് ദ മിഡിൽ ടേം? ആദ്യത്തെ 5 പദങ്ങളുടെ തുക 80 ആണ്. അപ്പോ 5 പദങ്ങളുടെ മിഡിൽ ടേം ഏതാണ്? യെസ്, തേർഡ് ടേം. അപ്പൊ x3 എന്ന് പറയുന്നത് തേർഡ് ടേം എന്ന് പറയുന്നത് സം ഓഫ് 5 terms ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആയ 16. കണ്ടോ? തേർഡ് ടേം ഈസ് 16. തേർഡ് ടേം ഈസ് 16. നമ്മുടെ ചോദ്യം എന്ത് കാണാനാ? ഫൈൻഡ് ദി റൈറ്റ് ദ സീക്വൻസ് എന്നാണ് ചോദ്യം. അപ്പോ തേർഡ് ടേം കിട്ടി. ഇനി നമുക്ക് തേർഡ് ടേം കിട്ടിയെങ്കിൽ സീക്വൻസ് എഴുതണമെങ്കിൽ ഫസ്റ്റ് ടേം ആണ്.
ഫസ്റ്റ് ടേം വേണമെങ്കിൽ എന്ത് വേണം? കോമൺ ഡിഫറൻസ് വേണം. കോമൺ ഡിഫറൻസ് കാണാൻ നമുക്കറിയാം എനി ടേം മൈനസ് ജസ്റ്റ് പ്രിസൈഡിങ് ടേം ആണ്. നമുക്ക് അങ്ങനത്തെ അടുത്തടുത്ത ടേംസ് ഇല്ല. പിന്നെ എന്തുണ്ട്? നമുക്ക് x3 ഉണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുവച്ച x5 ഇരിപ്പുണ്ടേ. x5 വെയിറ്റ് എന്നിരിപ്പുണ്ട് കണ്ടോ. അപ്പൊ കോമൺ ഡിഫറൻസ് കാണാൻ, ഡി കാണാൻ ഞാനൊരു ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ട്. പി മൈനസ് ക്യൂ ബൈ എം മൈനസ് എൻ എന്ന് പറയുന്ന ഒരു ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ 16 മൈനസ് ഇത് x3 ആണ്, 16 x5 ആണ് 8. 16 മൈനസ് 8 ബൈ 3 മൈനസ് 5 കണ്ടോ. 16 മൈനസ് 8 ബൈ 3 മൈനസ് 5 അതായത് 8 ബൈ മൈനസ് 2 -4. -4 ആണ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് -4 ആണെങ്കിൽ സീക്വൻസ് ഏതായിരിക്കും? സീക്വൻസ് കാണാൻ നമുക്കിനി ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം കോമൺ ഡിഫറൻസ് ഉണ്ട്. പിന്നെ തേർഡ് ടേം നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. x3 16 ആണ്. തേർഡ് ടേം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ പോരെ അല്ലേ. x3 ഉണ്ട്, x2 x1 എത്ര ടേംസ് എഴുതാം? സീക്വൻസ് എഴുതാനാ പറഞ്ഞത്. അപ്പൊ x3 എവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? 16 കണ്ടുവച്ചിട്ടുണ്ട്. ഈ x2 എന്ന് പറയുന്നത് -4 പുറകിലേക്ക് പോകണം. അപ്പോ 16 മൈനസ് 4 അഥവാ 20. ഇങ്ങോട്ട് വരുമ്പോഴോ 24. അങ്ങോട്ട് പോകുമ്പോഴോ 16 മൈനസ് 4 ആണ് എത്ര? 12 എക്സെട്ര ഈസ് ദി സീക്വൻസ്. ഇനി ഇപ്പോ നമുക്ക് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു. സം ഓഫ് ഫസ്റ്റ് 4 ടേംസും 72, സം ഓഫ് ഫസ്റ്റ് 9 ടേംസും 72 എന്ന് പറഞ്ഞില്ലേ. എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോ ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 140. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതുക. സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 140. എഴുതിയോ? സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 140. എഴുതിയല്ലോ. ചോദ്യം. A question. What is the 11th term? 11ാം പദം എത്ര? What is the 11th term എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ 4 മാർക്ക് ക്വസ്റ്റ്യനിൽ കണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ. എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് 21st ടേം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് 20th ടേം ഈസ് ഈക്വൽ ടു, അങ്ങനെ ഉള്ളിലേക്ക് വരുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഇങ്ങനെ വരുമ്പോ നമുക്ക് നടുക്ക് ഇപ്പോ ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം പറയും. 1 3 5 ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം. രണ്ടെണ്ണം കൂടി വേണോ? 1 3 5 7 9 ഫസ്റ്റ് ആൻഡ് എത്ര? 5th ടേം. ഫസ്റ്റ് പ്ലസ് 6th ടേം 1 6 7 കണ്ടോ. സെക്കൻഡ് ആൻഡ് 5th ടേം 1 2 3 4 5th ടേം. സെക്കൻഡ് ആൻഡ് ഏത്? 4th ടേം. ഓക്കെ, ദെൻ മിഡിൽ ടേം കണ്ടോ. അപ്പൊ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം 1 + 9 10. ദെൻ അതിനുള്ളിലേക്ക് വരുമ്പോ 3 + 7 10. നടുക്ക് ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുക. അതിന്റെ ഇരട്ടി 2 ടൈംസ് കണ്ടോ. അപ്പൊ ഓഡ് നമ്പർ ഓഫ് നമ്പേഴ്സ് ആണെങ്കിൽ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഓഡ് നമ്പർ ഓഫ് നമ്പേഴ്സ് ആണ് ഉള്ളതെങ്കിൽ എന്താണ്? ഏറ്റവും നടുക്ക് വരുന്നവന്റെ ഇരട്ടിയാണ് സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം കണ്ടോ, ഓഡ് നമ്പർ ഓഫ് നമ്പേഴ്സ് ആണെങ്കിൽ. അപ്പൊ ഇവിടെ x1 + x21 എന്ന് പറഞ്ഞാൽ ആദ്യ പദം 21ാം പദം. അപ്പൊ 21 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ അല്ലേ. ഓക്കെ, അപ്പൊ 21 ഓഡ് നമ്പർ ആണ്. അപ്പൊ ആദ്യത്തെ 21ാമത്തെ പദത്തിന്റെ തുക എന്നത് ആ സീക്വൻസിലെ മിഡിൽ ടേമിന്റെ ഇരട്ടിയാണ്. മിഡിൽ ടേം അതാണ് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു. 21 terms are there. Then middle term is n + 1/2th term. Middle term is 21 + 1/2 11th term. കണ്ടോ. അപ്പോ ഇതെന്തിന് ഈക്വൽ ആണ്? അതേ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. 2 എത്രയാണ്? 2 times 11th term ആണിത്. ഓക്കെ, 2 × x11 is equal to 140. Therefore x11 is equal to 140/270. കണ്ടോ, x11 കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ സീക്വൻസ്
if the first term is 10. Write the sequence if the first term is 10. ആദ്യ പദം 10 ആണെങ്കിൽ എന്ത് കാണുക? സീക്വൻസ് എഴുതുക. ഇനി ആദ്യ പദം 10 ആണെങ്കിൽ സീക്വൻസ് എഴുതണമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? x11 is equal to 70 and x1 is equal to b തന്നിട്ടുണ്ടല്ലോ. റൈറ്റ് ദ സീക്വൻസ് ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 10. കണ്ടോ? അപ്പൊ നമുക്ക് അങ്ങനെ പോവാം. x11 70യും x10 എത്രയാണ്? ഫസ്റ്റ് ടേം എത്രയാണ്? 10. ഫസ്റ്റ് ടേം ഈസ് 10. Then common difference is equal to common difference എങ്ങനെ കാണാം? 70 minus 10 by 11 minus 1 അതായത് 60 by 10 6. കോമൺ ഡിഫറൻസ് ഈസ് 6. ഏത് ചോദ്യമാണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യനിൽ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് ദ സീക്വൻസ് ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 10. ഫസ്റ്റ് ടേം 10 എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് പറയാം ഫസ്റ്റ് ടേം ഉണ്ട്, 11th ടേം ഉണ്ട്. സോ കോമൺ ഡിഫറൻസ് ഈസ് 6. നമ്മുടെ ചോദ്യം എന്താണ്? റൈറ്റ് ദ സീക്വൻസ്. അപ്പൊ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് 6 ആണ്, ഫസ്റ്റ് ടേം 10 ആണ്. അപ്പൊ സീക്വൻസ് ഏതാണ് പറഞ്ഞോ? ഫസ്റ്റ് ടേം 10, കോമൺ ഡിഫറൻസ് 6, 16, 22 എക്സെട്ര. ബി ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി സി ക്വസ്റ്റ്യനിലേക്ക് ക്വസ്റ്റ്യൻ സി. കാൽക്കുലേറ്റ് ദ സം ഓഫ് first 11 terms of this sequence. Calculate the sum of first 11 terms. ചിന്തിച്ചൊന്ന്. Calculate the sum of first 11 terms. ആദ്യത്തെ 11 പദങ്ങളുടെ തുക എന്ത്? നമ്മള് നേരത്തെ പറഞ്ഞ കാര്യം സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. സം ഡിവൈഡ് ബൈ നമ്പർ ആണ് മിഡിൽ ടേം അല്ലെ? മിഡിൽ ടേം, മിഡ് ടേം. നമ്മുടെ ചോദ്യം കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 11 ടേംസ്. അപ്പോ S11 കാണും. S11 by 11 ആണ് എന്ത്? മിഡിൽ ടേം. 11 ടേംസ് ഉണ്ടെങ്കിൽ അതിന്റെ മിഡിൽ ടേം. മിഡിൽ ടേം ഏതാണ്? 11 ടേംസ് ആർ ദയർ. മിഡിൽ ടേം ഈസ് 11 plus 1 by 2. എത്രയാ? x6. കണ്ടോ? ഇതാണ് മിഡിൽ ടേം. അപ്പോൾ നമ്മളോട് ചോദ്യം സം ഓഫ് 11 ടേംസ് ആണ്. സം ഓഫ് 11 ടേംസ് ഈസ് ഈക്വൽ ടു 11 into x6. 11 into x6 നമുക്കറിയാലോ. ആറാം പദം എത്രയാ? 40 എന്ന് കിട്ടിയായിരുന്നു. കണ്ടോ? ആറാം പദം 40 എന്ന് കിട്ടിയില്ലെങ്കിൽ കണ്ടുപിടിക്കാട്ടോ, കണ്ടുപിടിക്കണേ. x6 6th ടേം a plus 5d അത് കണ്ടുപിടിക്കണേ. ഇവിടെ x6 എന്ന് പറഞ്ഞാൽ a plus 5d. a എത്രയാണ്? ഫസ്റ്റ് ടേം 10 plus 5 into d എത്രയാണ്? 6. 10 plus 30 അതായത് 40. ഇവിടെ 40 കൊടുക്കാം. എത്രയാണ്? 11 into 440 ആണ് ഇതിന്റെ ആൻസർ. ഏത്? സി ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് എന്ന് പറയുന്നതിന്റെ ആൻസർ. ഇനി മനസ്സിലായല്ലോ അല്ലെ? ഇനി ഡി ക്വസ്റ്റ്യനിലേക്ക് പോകും. ഡി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് ദ സീക്വൻസ് 20, 25, 30, etc. Find the sum of first 11 terms of the sequence 20, 25, 30, etc. കണ്ടോ? സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് ആണ് കണ്ടത്. അപ്പോ ഈ ചോദ്യത്തില് 20, 25, 20, 25, 30, etc. എന്ന് പറയുന്ന സീക്വൻസില് 6th ടേം ഏതാണ്? 6th ടേം a plus 5d അല്ലേ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ടോ. 20 plus 5 into common difference 5 ആണ്. 5 into 5 20 plus 25 എത്ര? 45. അതാണ് 6th ടേം. നമ്മുടെ ചോദ്യം എന്താണ്? സം ഓഫ് 11 ടേംസ് ആണ്. സം ഓഫ് 11 ടേംസ് തൊട്ട് മുമ്പ് ചെയ്താണ്. സം ഓഫ് 11 ടേംസ് അത് തന്നെയാണ് ഇവിടെ. സം ഓഫ് 11 ടേംസ് എങ്ങനെ കാണും? 11 into s6. സം ഓഫ് 11 ടേംസ് ഈസ് ഈക്വൽ ടു 11 into x6. അതായത് 11 into 40, 45 ഈസ് ഈക്വൽ ടു 495. ഇതാണ് സം ഓഫ് ഫസ്റ്റ് 11 ടേംസ്. കണ്ടോ? അപ്പോൾ 5 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അല്പമൊക്കെ ഒന്ന് ബുദ്ധിമുട്ടണം, അല്പമൊക്കെ ഒന്ന് പരിശ്രമിക്കണം. ആ പരിശ്രമത്തില് വലിയ സംഭവങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ഇപ്പൊ പറഞ്ഞ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ കണ്ണ് വെച്ച് നന്നായിട്ട് അതിൽ നിന്ന് കണ്ടന്റ് കണ്ടെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം.
അങ്ങനെ കണ്ടുപിടിച്ച് ഈ പ്രോബ്ലംസിലേക്ക് അടക്കുകയാണെങ്കിൽ നമുക്ക് 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.